രാത്രി കുറച്ച് കേക്കിൻ്റെ പണിയുണ്ടായിരുന്നതുകൊണ്ട് രാവിലെ എണീറ്റ് ഇവക്ക് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ഒന്നുകൂടെ കിടന്നുറങ്ങി. അപ്പോൾ കിടന്നൊന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഉണരുന്നവരെ ശല്യം ഒന്നും ചെയ്യില്ല കേട്ടോ. ഞാനിങ്ങനെ കാല് താഴോട്ടെടുത്ത് വയ്ക്കുമ്പോഴേക്കും ഓടി വരും. അപ്പോൾ എനിക്കറിയാം ഇവൾ ഓടി വരുമെന്നുള്ളത് കൊണ്ട് ഞാൻ തണ്ണിമത്തൻ ചെറുതായിട്ട് ഇത് ചെയ്ത് ജ്യൂസ് പോലാക്കി അതിനകത്ത് വെള്ളം ഒഴിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു വരുന്ന ഉടനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾക്ക് ദാഹിച്ചു പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഓടി വന്ന് എന്നോട് വെള്ളം വേണം, കഴിക്കാൻ വേണം എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്തപ്പോഴേക്കും ജ്യൂസ് കൊടുത്തു. ജ്യൂസ് ആൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കഷ്ണമായിട്ട് കൊടുത്തപ്പോഴും കുറച്ചൊക്കെ കടിച്ച് തിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജ്യൂസ് അപ്പോൾ കുറച്ച് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്നിട്ട് ഉച്ചയായപ്പോഴത്തേക്കും ഒന്ന് വെളിയിൽ പോകാം എന്ന് വിചാരിച്ചു. എനിക്ക് ആലുവ വരെ പോകേണ്ട കാര്യമുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊരു ഷോപ്പിൽ ഇറങ്ങിയിട്ട് നമ്മുടെ കുഞ്ഞുമണിക്കുള്ള കുറച്ച് ഷോപ്പിങ്ങും കൂടെ ആകാമെന്ന് വിചാരിച്ചു. കുറച്ച് സോഫ്റ്റായിട്ടുള്ള ടവൽസും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഒരു ഷോപ്പിൽ കയറി കുറച്ച് സോഫ്റ്റ് ടവൽസൊക്കെ വാങ്ങിച്ചു. എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ ഏതെങ്കിലുമൊക്കെ തുണിയിലാണല്ലോ അവളെ കിടത്തുന്നത്. അപ്പോൾ കുറച്ചിത് അവൾക്കായിട്ട് കുറച്ച് ക്ലോത്ത്സ് വാങ്ങിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറി. അപ്പോൾ പക്ഷേ അവിടെ ഇത്രയും ചെറിയ ചെറിയ ടവൽസാണ് സോഫ്റ്റായിട്ടുള്ളത് ഉണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ ആലുവ പോകുന്ന വഴി കണ്ടതാണ് കേട്ടോ. നിബിത ഒത്തിരി കാലമായിട്ട് നമ്മുടെ ഫോളോവറാണ്, നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഓടി വന്നു. എനിക്കും ഇപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് എവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെ കണ്ട് സ്നേഹിക്കുന്നു, അവരുടെ സ്നേഹം വന്ന് നേരിട്ട് അറിയിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഹാപ്പിനെസ് അല്ലേ. അങ്ങനെ ആലുവയിൽ പോയി അവിടുത്തെ പരിപാടികളെല്ലാം തീർന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള ഒരു പെറ്റ് ഷോപ്പിൽ കയറി. ആദ്യത്തെ പെറ്റ് ഷോപ്പിൽ കയറിയിട്ട് ഒരു ഇത് തോന്നിയില്ല. അപ്പോൾ ഞാൻ രണ്ടാമതൊരു പെറ്റ് ഹബ് എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നു. അവിടുത്തെ ആ ഒരു ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പുള്ളി നമുക്ക് എല്ലാം മര്യാദയ്ക്ക് പറഞ്ഞു തരും കേട്ടോ, ആ പൂച്ചക്കുഞ്ഞിന് എന്ത് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ പെറ്റ് ഹബ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവൾക്ക് കുറച്ച് ട്രീറ്റ്സും പിന്നെ ഫുഡും ഒക്കെ വാങ്ങിച്ച് പിന്നെ വരുന്ന വഴിക്ക് ഞാൻ അവിടെ അവരോട് ചോദിച്ചിട്ട് മെഡിസിനും വാങ്ങിച്ചായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞായിരുന്നു ഇവളുടെ വയറ് വീർത്തിരിക്കുന്നു, വരെയുണ്ട് എന്നൊക്കെ. അപ്പോൾ ഞാൻ വന്നപ്പോൾ വൈകുന്നേരമായി. വന്നപ്പോൾ തന്നെ ഓടിപ്പിടിച്ച് ആ മെഡിസിൻ അങ്ങ് കൊടുത്തു. മെഡിസിൻ കൊടുത്തു കഴിഞ്ഞിട്ട് ആൾ നല്ല ആക്റ്റീവ് ഒക്കെ തന്നെയായിരുന്നു കേട്ടോ, ഒരു കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ വയറിങ്ങനെ ഇരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ആണ് ഞാൻ ശ്രദ്ധിച്ചത്. എനിക്ക് അതിനെപ്പറ്റി വലിയൊരു ഇത് ഉണ്ടായില്ല. ഞാനടുത്ത് കുഞ്ഞുങ്ങളായതുകൊണ്ട് അങ്ങനെ കൊച്ചു പിള്ളേർക്ക് അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ചു. പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുവന്ന് കഴിഞ്ഞ് മരുന്ന് കൊടുത്തപ്പോൾ ആൾക്ക് മരുന്ന് കുടിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല. തുപ്പിക്കളയാനൊക്കെ നോക്കി. പിന്നെ എങ്ങനെയൊക്കെയോ ഞാനത് കുടിപ്പിച്ചു. ഇനിയിപ്പോൾ ഒന്നരാടം കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ദിവസം കൊടുക്കണം. പക്ഷേ ആ ഒറ്റ ദിവസം കൊടുത്തപ്പോൾ തന്നെ ആൾക്ക് നല്ല മാറ്റം ഉണ്ടായി കേട്ടോ. ആൾ നല്ല ആക്റ്റീവാണ്, കളിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ വേറെ കുറച്ച് സാധനം ഒക്കെ കൂടെ പർച്ചേസ് ചെയ്യണമെന്ന് വെച്ചിരിക്കുക. ഇനി പുറത്ത് പോകും.